ആക്ട്രസ് മഞ്ജു വാര്യർ കുറച്ചു കാലമായിട്ടൊരു പുലിവാല് പിടിച്ച് കിടക്കുകയാണ്. പുലിവാല് എന്ന് പറയാൻ പറ്റുമോ? പുലിനോടൊന്നും പറയാൻ പറ്റില്ല, എലിവാല് എന്ന് പറയാൻ പറ്റും. ഒരു എലിവാല് പിടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് മഞ്ജു വാര്യർ. കയറ്റെന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു പോയടെ, അതോടുകൂടി പെട്ടുപോയി അവർ. സനൽകുമാർ ശശിധരൻ, ഞാൻ ഈ വേട്ടാവളിയെ കുറിച്ച് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്തോ വേറെ വിഷയമാണ്, ഇവനൊരു കൈൻഡ് ഓഫ് ഹാലൂസിനേഷനാണ്. മഞ്ജു വാര്യർ ഇവനെ പ്രേമിക്കുന്നു, മഞ്ജു വാര്യർ ഇവനെ പ്രേമിച്ചു, മഞ്ജു വാര്യർ ഇവനെ പ്രേമിച്ച് വഞ്ചിച്ചു, മഞ്ജു വാര്യരെയും ഇവനെയും അകറ്റാൻ വേണ്ടി പല നിഗൂഢ ശക്തികളും ശ്രമിച്ചു. അങ്ങനെ പല രീതിയിലുള്ള ഹാലൂസിനേഷനാണ് ഈ ചെങ്ങായിക്ക്. ഇതൊന്നും മഞ്ജു വാര്യർ അറിഞ്ഞിട്ടില്ല. മഞ്ജു വാര്യർ ഇന്നേ വരെ പബ്ലിക്കിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഇതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. കാരണം ചുമ്മാ അവരെ പേരും പറഞ്ഞ് ഇവൻ ആരോ ഏതോ ഒരു തമിഴത്തിയാണ് പറ്റിക്കുന്നത്. കാരണം മഞ്ജു വാര്യരുടെ പേരിൽ ഇവരോട് സംസാരിക്കുന്നത് ഒരു തമിഴത്തിയാണ്. കാരണം അവരുടെ തമിഴ് സ്ലാങ്ങാണ്, നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ ഈ മണ്ടന് മാത്രം അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ചങ്ങായി ഭയങ്കര സീനാക്കി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മീഡിയാസിന്, അതും ഞാൻ നോക്കുമ്പോൾ മീഡിയ 1 ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് 18 ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യാത്തതാണ് ഇവർ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ന്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തോന്ന് വെച്ചാണെന്ന് പറയാൻ പാടില്ല, വിഷയമാക്കി ഇവരെന്നെ ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇപ്രാവശ്യം സനൽകുമാർ ശശിധരൻ പഴയ സ്റ്റോറി തന്നെ ലൂപ്പിലിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത്. ഇനിയിപ്പോൾ സനൽകുമാർ ശശിധരൻ ആരാന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈവ് ചിലപ്പോൾ മലയാളികൾ മറന്നു പോകാൻ ചാൻസ് ഇല്ല. ഞാൻ കുറെ കാലമായിട്ട് 2 വർഷമായിട്ട് പറയുന്നതാണ്, കയറ്റം എന്ന സിനിമയെ തുടർന്ന് എന്റെ ജീവന് ആപത്തുണ്ടെന്നും എന്നെ മാത്രമല്ല മഞ്ജു വാര്യരുടെ ജീവന് ആപത്തുണ്ടെന്നും ഞാൻ കുറെ കാലമായിട്ട് പറയുന്നതാണ്. ഇപ്പോഴും എനിക്കറിയില്ല മഞ്ജു വാര്യർ ജീവനോടെ ഉണ്ടോ എന്നും. എനിക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ് മഞ്ജു വാര്യരാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് മഞ്ജു വാര്യർ ഇത്രയും ഞാനൊരു ഈ പോസ്റ്റ് ഇട്ടിട്ട് 7 ദിവസമായി, പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത്ര കാലമായിട്ടും ഈ അതിനെതിരെ മഞ്ജു വാര്യർ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ബലമായിട്ട് പിടിച്ചു കൊണ്ട് പോകാൻ വേണ്ടി ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതാ ആരാണെന്ന് ഞാൻ കാറിന്റെ നമ്പർ നോക്കി പറയും. എനിക്ക് എന്റെ ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, എന്നെ വെറുതെ കൊല്ലാൻ അനുവദിക്കരുത്, എനിക്ക് യാതൊരു തരം മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സനൽകുമാർ ശശിധരൻ. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ മഞ്ജു വാര്യരെ നിരന്തരം ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ട് ചെങ്ങായി ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുമായിരുന്നു. അതായത് മഞ്ജു വാര്യർ പറഞ്ഞു പോലും മഞ്ജു വാര്യരും കുട്ടിയും അപകടത്തിലാണ്, ആരൊക്കെയോ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ലൈഫിൽ രക്ഷിക്കണം എന്നുള്ളത് ഇവനോട് പറഞ്ഞതുകൊണ്ടും ഇവന് തോന്നിയതുകൊണ്ടും ഇവൻ ഇറങ്ങി പുറപ്പെട്ട് അവർക്കെതിരെ കുറേ എതിരെയല്ല ഒരു പോസ്റ്റ് ആണ് ഇടുകയാണ്. എന്ത് പബ്ലിക്കായിട്ട് മഞ്ജു വാര്യരുടെ ജീവിതം അപകടത്തിലാണ്. അതിങ്ങനെ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നിട്ട് ഇങ്ങനെ പറയുക, എന്നിട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുക, രാഷ്ട്രപതിക്ക് കത്തയക്കുക, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ചെങ്ങായി. ഇനി ഇവരെ പോലീസ് പിടിക്കില്ലേ? മഞ്ജു വാര്യർ കേസ് കൊടുത്ത് ഇവരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിനും പ്രശ്നമാണ് ഇവന്. കാരണം മഞ്ജു വാര്യർ അല്ല കേസ് കൊടുത്തത്. പിന്നെ ആരാ കേസ് കൊടുത്തു ചോദിക്കുക, ഇവൻ അറിയില്ല. മഞ്ജു വാര്യരല്ല, മഞ്ജു വാര്യരുടെ പിന്നിലുള്ള കറുത്ത കൈകൾ, അവരാണ് ഇവനെ കേസ് കൊടുത്ത് പിടിപ്പിച്ചതെന്നൊക്കെയാണ് ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് ഒന്നും പറയാനൊന്നും ഇല്ലെങ്കിലും പഴയ തന്നെ ലൂപ്പിൽ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോക്കാം. 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, കോ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എൻ്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്തോ ത്രെട്ട് ഉണ്ട്, കുറേ ആളുകൾ ഇവരുടെ ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപ്പറ്റി മറുപടി ഉണ്ടാവുകയോ അന്വേഷണം ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് എന്ന് പോലും അറിയുന്നില്ല, ഒരു ഇന്നോവ വാനിൽ നിന്ന്, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാന് പാറശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടും എൻ്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ എടുത്ത കേസ് അന്വേഷിക്കുന്നില്ല, വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയി.
ഓ അമേരിക്കയിലൊക്കെ പോയി. നിങ്ങളൊന്ന് അതും ആലോചിച്ചു. തോന്നണാണോ പറയാൻ പറ്റില്ല കേട്ടോ. അമേരിക്ക എന്നുള്ള മറ്റേ വാൾപേപ്പർ വാങ്ങി ഒട്ടിച്ചിട്ട് റൂമില് ഞാൻ അമേരിക്ക ഇയാൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ശരിക്കും ഇയാളെ അടുത്ത് പോയിന്നാ ചിലപ്പോ ഇങ്ങനെ വർത്താനം പറയണ്ടോ, മഞ്ജു അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവില്ല അമേരിക്കയിലല്ലേ സംസാരിക്കേണ്ടതൊക്കെ. ഇംഗ്ലീഷ് സംഗതി ഞാൻ പറയട്ടെ. ഇയാള് പറയുന്ന പോലെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയായിരിക്കും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം നിരന്തരമായിട്ട് മഞ്ജു വാര്യരായിട്ട് പ്രേമത്തിലാണ്, മഞ്ജു വാര്യർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, മഞ്ജു വാര്യരുടെ ജീവിതം പ്രശ്നത്തിലാണ്, മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ നിരന്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ ഓബിയസ്ലി മഞ്ജു വാര്യർ കേസ് കൊടുക്കില്ലേ? ആ കേസിൽ ഇവനെ പൊക്കില്ലേ? പിന്നെ ഇവൻ പറയുന്ന മഞ്ജു വാര്യർ അതേതോ തമിഴത്തി മഞ്ജു വാര്യരാണ്. എന്നെ തമ്പി ഷൊള്ളി എന്ന് പറഞ്ഞ പോലെ ബാല പറയുന്ന പോലെ വർത്താനം പറയുന്ന ഒരു തമിഴ് സ്ലാങ്ങുള്ള ഒരു തമിഴാണ് അവര് അല്ലേ? എനിക്ക് നിങ്ങൾ കേട്ടോ, ഇയാൾ പറയുന്ന മഞ്ജു വാര്യരുടെ വോയിസ് ഇയാൾ തന്നെ പുറത്തു വിട്ടൊരു സാധനമുണ്ട്. ഏത്? ഇയാളിപ്പോൾ പറഞ്ഞില്ലേ മഞ്ജു വാര്യരെ വിളിച്ചിട്ട് ജീവൻ അപകടത്തിലാണ് എന്ന് ഇയാളോട് പറഞ്ഞു എന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇത് കേൾക്കണം നിങ്ങൾ. ഈ മഞ്ജു വാര്യർ നിങ്ങൾ തിരിച്ചറിയണം. മഞ്ജു വാര്യർ ഇത്ര അടിപൊളിയാ. പല രീതിയിൽ ഡബ് ചെയ്യുന്നു തോന്നുന്നു മഞ്ജു വാര്യര്. എനിത്തിങ് റിലേറ്റഡ് ടു മൈ ലൈഫ്, എന്റെ സിനിമ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എന്ത് whatever is related to him, I cannot open my mouth. I cannot talk. അത്ര തന്നെ. നിനക്ക് നീ എന്തിനാ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ പോകുന്നത്? ഭയങ്കര മോശമല്ലേ? മോശമോ? പിന്നെ മോശമോ? ശരി, മോശം തന്നെ. നീ നിനക്ക് എന്റെ ബുദ്ധിക്ക് അത്ര മാത്രം എത്തിയാൽ ഞാൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ശരി, മോശം തന്നെ. Let it be like that. അതെന്താ അങ്ങനെ പറയുന്ന നീ? Let it be like that. No, because I'm trying to tell you, you know me. You know me. How honest I am, or how good I am. You know that. I have tried every possible way. ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. അത് ചിലപ്പം ബാഡ് ടൈം കൊണ്ടായിരിക്കാം. അത് എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഇന്നും നിന്നെ ഇങ്ങനെ എഴുത്ത് വെച്ചിട്ട് I'm very very clear about it. I'm very very clear about it. Whatever I have to sacrifice, I've already done. Even if I have to sacrifice my life in the future, I will. പക്ഷെ നിന്നെ ഇതിനെ എഴുത്ത് വിടണം. പ്രേമത്തിന്റെ കാര്യം, തേങ്ങയുടെ കാര്യം, whatever it is, it has to end. രണ്ടാമത് സിനിമയുടെ കാര്യം നീ ഇത്ര കാലം എങ്ങനെ സിനിമ ചെയ്തു? ഇനി അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രകാലം സിനിമ ചെയ്തതല്ല, നീ കയറ്റത്തിന് ശേഷം എന്റെ ലൈഫിലുണ്ടായ മാറ്റം നിനക്ക് അറിയില്ലേ? See, that is because of the challenge. If you just get rid of ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതങ്ങനെ അത് സംഭവിച്ചാൽ അത് കഴിഞ്ഞു. അത് നടന്നു. നീ വീണ്ടും മെസ്സേജ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ it is not going to move ahead. Just leave it and start afresh. ഉള്ളിലുള്ള എന്ത് സംഭവിച്ചു നമുക്ക് മാത്രമല്ലേ അറിയാം, പുറത്താരത്തറിയല്ലോ. നാളെ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും ഓക്കെ, people will come support you. I don't know how you do it or who's going to come to you, what is going to happen. അറിഞ്ഞൂടാ. സത്യത്തിൽ എന്റെ അമ്മ സത്യം, നിന്റെ മേലെ സത്യം, എന്റെ കൊച്ചിന്റെ മേലെ സത്യം. Nobody is more than that. Who is targeting you? എനിക്ക് അറിഞ്ഞൂടാ. ഇതേത് മഞ്ജു വാര്യർ? ഏതോ കോടമ്പക്കം മഞ്ജു വാര്യർ. ഇത് ഏത് മഞ്ജു വാര്യർ? എടാ വേറെന്തോ സീൻ ഉണ്ട് കേട്ടോ ഇവന്. സംഭവം അതാണ്, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരെ ഭയങ്കര ഒരു വലിയ ഫാനാണോ ഇയാള്. ആരാധിച്ച് ഇങ്ങനെ മഞ്ജു വാര്യരാണ് ആര് വിളിച്ചാലും മഞ്ജു വാര്യരായി തോന്നണം. ഒന്നില്ലെങ്കിൽ മഞ്ജു വാര്യരെ കൊടൂര ഫാനായിട്ട്, പിന്നെ അതിന് വന്നൊരു ഒബ്സഷൻ കാരണം മഞ്ജു വാര്യർ നോട്ടത്തിലും ഇരുത്തത്തിലും ഒക്കെ ആ സെറ്റിൽ നിന്ന് ഇവനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെന്ന് വേറെ ആരെങ്കിലും മൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അവനോട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പിച്ച് വിട്ടതാവും പാവത്തിനെ. എന്താണെങ്കിലും ഇതാണ് മഞ്ജു വാര്യരുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഈ ചെങ്ങായി പുറത്ത് വിട്ട ഐറ്റം.
എന്നിട്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് മഞ്ജു വാര്യർ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ ലൈഫ് ത്രെട്ട് വിഷയങ്ങളുണ്ട്. അതായത് അവർ സ്വന്തം ശബ്ദത്തിൽ ഇവനോട് വന്ന് സംസാരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരൊക്കെയോ മഞ്ജു വാര്യരെ തീർത്ത് കളയുന്നുള്ളത് കൊണ്ട് മഞ്ജു വാര്യർ ഡബ് ചെയ്ത് വേറൊരു വോയിസിൽ വേറെ എന്തോ വോയിസ് ചേഞ്ചറിൽ ഇട്ടിട്ട് എടേ അങ്ങനെയൊക്കെ വോയിസ് അല്ലേ ചേഞ്ച് ആവും, ഒരു മനുഷ്യൻ്റെ സ്ലാങ് മൊത്തം ചേഞ്ച് ആയി. ഇതിന്ന് മറ്റേ പഴയ സിനിമയിലുണ്ടല്ലോ, മറ്റേ ടവൽ എടുത്തിട്ട് ഫോണിന്റെ റിസീവറിൽ ഇട്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് മറ്റേ ആള് മാറി സംസാരിക്കുന്ന പരിപാടി പണ്ടത്തെ സിനിമയിലില്ലേ, അങ്ങനത്തെ സെറ്റപ്പായി ഇത്. അത് ഏയ്യാ മനസ്സിലാവുന്നുണ്ട് ഇത് എന്തെന്നാ ഇത് മഞ്ജു വാര്യരാന്ന് പറഞ്ഞിട്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഫോൺ വിളിക്കുന്നതിനേക്കാളും നല്ലത് മഞ്ജു വാര്യർക്ക് ഇയാളെ വീട്ടിൽ പോയി ഇയാളോട് സംസാരിക്കാനാണ്. അല്ലേ മഞ്ജു വാര്യരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് കോടമ്പക്കത്തുനിന്ന് ഏതോ ടീമിനെ വിളിച്ചിട്ട് മഞ്ജു, ഇത് കോടമ്പക്കം മഞ്ജു, ഇതിൽ വാര്യലില്ല. ഇയാളാ മറ്റെന്താണ് ഉയരെ എന്താ സിനിമ കയറ്റം. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഇടയിൽ ആരോ ഇയാളെ വണ്ടി എന്താണ് സാറോ മഞ്ജു വാര്യർക്ക് ഒരു നോട്ടമുണ്ടല്ലോ സാറ് നിൽക്കുമ്പോഴൊക്കെ മഞ്ജു വാര്യർ ചിരിക്കുന്നു, സാറ് ഭക്ഷണം കഴിക്കുമ്പോൾ മഞ്ജു വാര്യർ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവരങ്ങോട്ട് കേറിയിട്ടുണ്ടാവും മിക്കവാറും. അതിന്റെ ശേഷം അത് മാത്രല്ല കോ പ്രൊഡ്യൂസർ ആന്നൊക്കെയല്ലേ പറഞ്ഞ പടത്തിന്റെ. അപ്പൊ ഉറപ്പിച്ച് സെറ്റാണ് എന്നെ ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പ്രേമം മൂത്താ തോന്നുന്നു. അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നീയുമായിട്ട് സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ എൻ്റെ ലൈഫ് പ്രശ്നത്തിലാവും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അവർ എന്നെ അവിടെ വന്നു, വിമാനം കയറി അവർ വരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എൻ്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതം ആകെ തകർത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോഴും പരാതി കൊടുത്തു. ഒരു അന്വേഷണവും നടക്കുന്നില്ല. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള കേസ് സത്യസന്ധമാണെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടണം, വിചാരണ ചെയ്യണം, അറസ്റ്റ് നടപടികളുണ്ടാകും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ കള്ള കേസ് എടുത്തിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ സിനിമയെ പറ്റി ഇപ്പോഴും യാതൊരു ചർച്ചയില്ല. ഈ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ എന്തിനാണ് ചിന്തിക്കും, ചോദിക്കേണ്ട ആവശ്യമുള്ള പ്രേക്ഷകർ നാട്ടുകാരും അല്ലേ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇതിന്റെ ആള് മഞ്ജു വാര്യർ പിന്നാലെ നടക്കുന്നത് ഈ സിനിമ എടുത്തത് ഈ പ്രശ്നങ്ങൾ അൻ്റെത് നാട്ടുകാരെ ഞങ്ങളപ്പോൾ ഇതിലിടപെടേണ്ട ആവശ്യമുള്ളത് അല്ലേ? എന്തെന്നാ ഞങ്ങൾക്കെന്താ അതിൻ്റെ ആവശ്യമുള്ളത്? കാശ് മുടക്കി പാടെടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാത്ത എന്താണെന്നുള്ളത് ഈയല്ലേ അന്വേഷിക്കണ്ടേ? ഞങ്ങളിത് പിന്നാലെ വന്നിട്ട് അതെന്താ സാധനമല്ലേ മഞ്ജു വാര്യരുടെ ഒപ്പമുള്ള സിനിമ പുറത്തിറങ്ങാത്തതെന്ന് വെച്ചിട്ട് രാവിലെ ഇതിലൂടെ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് കോമഡി ആയിട്ടുണ്ട്. സംഗതി ചങ്ങായി അന്ന് 2017, 18, 19 ടൈമിലെങ്ങാണ്ട് ഐഫോണിൽ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ പിന്നെ അത് ഇറങ്ങുമെന്ന് എനിക്കില്ല ഉറപ്പൊന്നുമില്ല. ഐഫോണിൽ 2 പിടിച്ചു വെച്ചല്ലേ പോലീസുകാർ. ഫോണിൽ പോയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഞാൻ ആലോചിക്കുന്നത് ഇവൻ ഇപ്പൊ ഈ പറഞ്ഞല്ലോ മഞ്ജു വാര്യർ കൊടുത്ത കേസ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ മുംബൈ എയർപോർട്ടിൽ നിന്ന് പോലീസ് പൊക്കിയേ. ഇവൻ അത്ര അട്രോസിറ്റി അവർക്കെതിരെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇവർ പ്രേമിക്കുന്നു കാരണം മഞ്ജു വാര്യർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദിലീപിൽ നിന്ന് മാറി വന്നു, അവരൊരു ഒറ്റയ്ക്ക് ഒരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുന്നു. സ്റ്റിൽ അവർക്കൊരു കുട്ടിയുണ്ട്. ഇവരുടെ ലൈഫിൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ അവരെയൊക്കെ ബാധിക്കും അല്ലേ? മഞ്ജു വാര്യരായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇത് ബാധിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവൻ ഒരുത്തം വന്നിരുന്നിട്ട് ഇങ്ങനെ മഞ്ജു വാര്യരെ പ്രേമിച്ചതാണ്, മഞ്ജു വാര്യർ ഫോൺ വിളിക്കാറുണ്ട്, മഞ്ജു വാര്യർ എന്നോട് ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് മഞ്ജു വാര്യരെ കുറെ ആൾക്കാർ തട്ടി, ദിലീപിനെ വരെ സംശയിച്ചു പോയില്ല ഇതിന്. മഞ്ജു വാര്യരെ ഈ തട്ടിക്കൊണ്ടുപോകുന്ന ദിലീപ് ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയില്ലേ. പിന്നെ ഇവൻ പറഞ്ഞ കേസ് എന്തുകൊണ്ട് ഇവനെതിരെയുള്ളത് അന്വേഷിക്കണില്ല എന്നുള്ളത്. എടാ മണ്ട, ഇത് ചോദിക്കേണ്ട ആള് ശരിക്കും മഞ്ജു വാര്യരല്ലേ? മഞ്ജു വാര്യർ കൊടുത്ത കേസിലാണ് ഇപ്പോഴും അന്വേഷണം നടക്കാത്തത്. അപ്പൊ മഞ്ജു വാര്യരാണ് ശരിക്കും ഇതിൽ പോലീസുകാരോട് ചോദിക്കേണ്ടത്. ഞാൻ തന്ന കേസ് ഇത്ര വർഷമായിട്ട് ഇത്രയും പബ്ലിക്കിന് മുന്നിൽ എന്റെ ഇമേജ് ടാർണിഷ് ചെയ്യുന്ന ഒരുത്തനെ നിങ്ങൾ അഴിച്ചു വിട്ടതാണെന്ന് അവരാ ചോദിക്കണ്ടേ, ഈ അല്ല ഒന്ന് ചോദിക്കേണ്ടത്. അല്ല, ഇയാള് കൊടുത്ത കേസ് എന്താന്ന് കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇയാള് കേസ് കൊടുത്തിട്ടില്ലാന്ന്. ഇയാള് ചിലപ്പോ ഒരു വൈറ്റ് പേപ്പർ ഒക്കെ അല്ല, ഇയാള് കേസ് കൊടുത്തിട്ടില്ല. അതാ കോമഡി. ഇയാൾ പറയുന്നത് എന്താ അറിയോ, മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കേസ് നിങ്ങൾ അന്വേഷിക്കുന്ന പോലീസുകാരോട് അങ്ങോട്ട് പറയാ.
ശ്രീനിവാസൻ നിങ്ങൾ എന്നെ പിടിക്കൂ ഇതൊക്കെ പോയിന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്താ പറയാ, പോലീസുകാർക്ക് മനസ്സിലായി ഉണ്ടാവും കൊണ്ടുപോയപ്പോ തന്നെ ഇത് പണിയാവും മിക്കവാറും. ഇയാളെ സ്റ്റേഷനിലേക്ക് വരുമ്പോ തന്നെ പോലീസുകാർ പറയണ ആ വരുന്ന ആരും അവിടെ നോക്കണ്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും ഇയാളെ കഥകളെ. ട്രംപിന്റെ ഒപ്പം ഭക്ഷണം കഴിച്ചു, ആഞ്ചലീന ജോളിന്റെ കൂടെ ഡേറ്റ് ചെയ്തു നോക്കിയോ. അടുത്തത് അയാള് റിസീവർ ആരും താഴത്തെടുത്ത് വെക്കരുത്, ഇപ്പൊ ട്രംപ് വിളിക്കും, പിന്നെ ഇറക്കാൻ ട്രംപ് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ മുതലായിരിക്കും, പറയാൻ പറ്റില്ല. ഇതിനിടയിൽ ഈ ചെങ്ങായിനെ ഷാജഹാൻ അല്ലേ, കെ എം ഷാജഹാൻ, അയാൾ ഇത് ആദ്യം പ്രശ്നമായ സമയത്ത് വിളിച്ചപ്പോഴേ മഞ്ജു വാര്യർ ഇയാളെ വിളിച്ചതിനെ കുറിച്ച് ഇയാളൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു സാധനമാണ്. ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വേറൊരു ഐഡിയിൽ നിന്ന് ഇവരെന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്നെ കണക്ട് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ പേരിലാണ് പറയുന്നത്, എനിക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നു, അതിനൊരു ഗൈഡൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ കള്ളത്തരം തോന്നി. ഒരു 2-3 ദിവസത്തെ ചാറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ ലൈഫിൽ വേറെ ആരും വേണ്ട, ഞാൻ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറപ്പായി. അപ്പോൾ ഞാൻ ചോദിച്ചു, മഞ്ജു ആണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ പറയാൻ കാരണം? അത് നിങ്ങളോട് എനിക്ക് ഭയങ്കര പ്രേമമാണ്. അപ്പോൾ ഞാനത് കൺഫ്രണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അറിഞ്ഞൂടാത്ത ഒരാളോട് എനിക്ക് എങ്ങനെ പ്രേമം വരും? അങ്ങനെ ആ ചാറ്റ് 2 വർഷത്തോളം, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു ശരിക്കും. അങ്ങനെ അത് നീണ്ടു പോകുന്നു. ഞാൻ വളരെ വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് വളരെ നിലവിളിച്ച് കരയുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ പ്രേമമാണ്, മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് എന്ന് മനസ്സിലായി. ഇതിലെന്താ പറയാ, ഇതിൽ ആദ്യം പറഞ്ഞായിരിക്കും ശരി. വേറെ ഏതൊരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞു അങ്ങോട്ടാണല്ലോ ചോദിച്ചത് മഞ്ജു വാര്യരാണോ. ആക്ച്വലി ഇവൻ ഇത്തിരി ബുദ്ധിയും ബോധമുള്ള ഒരുത്തരാണെങ്കിൽ ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമറയത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പൊ സാധാരണക്കാർക്ക് അടക്കം വേണമെങ്കിൽ എന്ത് ചെയ്യാം, മഞ്ജു വാര്യരെ, അതായത് ഞാൻ വേറെ നടിമാരെ പറയുന്നില്ല, മഞ്ജു വാര്യരെ കണക്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും അവരായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗർ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒളിച്ചിരുന്ന് ഒരു പ്രേമം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിട്ടൊന്നും എനിക്കും തോന്നുന്നില്ല. അതും പോട്ടെ, ഇവനൊരു സിനിമാക്കാരനാണ്, ഇവൻ ഈ മഞ്ജു വാര്യരെ വെച്ച് സിനിമ എടുത്തതാണ്. ഇവന് മഞ്ജു വാര്യരായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ ഇവന് പേഴ്സണലി അറിയുന്നുണ്ടാവും. ഇത് മഞ്ജു വാര്യരാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഇവനൊരു സോഴ്സ് ഉണ്ടാവില്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോഴും ഇവൻ പറയുന്നത് എന്താ പറയുക, ഇവൻ മഞ്ജു വാര്യരിലേക്ക് എത്തുമ്പോൾ അതൊരു കഥ ഉണ്ട്, അത് ഞാൻ വെക്കാം. അത് ഭീകര കഥയാണ്. ഇവൻ ന്യൂസ് 18 കൊടുത്തൊരു ബൈറ്റിനകത്ത് കുറച്ച് കഥകൾ പറയുന്നുണ്ട്. ഞാൻ ഇവരെ കാണാൻ പോകുന്നു. ഓക്കെ, ഞാൻ ആദ്യം ഫോൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ കോട്ടയത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പോകുന്നു. ഈ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബനീഷ് ചന്ദ്രൻ എന്ന് പറയുന്നിട്ട് ഇവരുടെ ഒരു മാനേജർ എന്നാണ് പറയുന്നത്. അയാൾ ഒന്ന് പറയുന്നു, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, ഇവരെ കുറേ ആളുകൾ ചേർന്ന് തള്ളിക്കയറി വണ്ടിക്കകത്ത് തള്ളിക്കയറ്റുന്നു, ഓടിച്ചു പോകുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നത്, സാറേ ഇതെന്താണ്, ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലായിരുന്നു, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെ തമ്മിൽ പരസ്പരം കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ അത്രയും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. എനിക്ക് അപ്പോഴും അതുവരെ എനിക്കറിയില്ലായിരുന്നു. മോനെ ആബ്സല്യൂട്ട് സിനിമ അല്ലേ? ആ ഫ്രെയിം നിങ്ങൾ ആലോചിച്ച് നോക്കി. കാമുകനായ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരെ കാണാൻ പോകുന്ന സമയത്ത് വില്ലനായ ഒരുത്തൻ മാസ്ക് ഒക്കെ ഇട്ട് തോക്കുമായിട്ട് വന്ന് ഇന്നോവയിൽ തട്ടിക്കൊണ്ടുപോകുന്നു. വരുന്നു, ഡോറാണ് തുറക്കുമ്പോൾ അതായത് ഇവരൊക്കെ ട്രാക്ക് ചെയ്യാണ്. ഇവൻ മഞ്ജു വാര്യരെ കാണുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്ത വില്ലൻ അവൻ ആരാന്ന് പറയുന്നില്ല. സ്വന്തം ലൈഫിൽ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് അതിൽ ജീവിക്കുക. അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി ചോദിച്ചാൽ ഞാനിങ്ങനെ കൈ കാണിച്ചപ്പോ മഞ്ജു വാര്യർ കൈ എങ്ങനെ പോയി, പിന്നെ ഞാൻ ട്രാക്കിൽ കൂടി ഓടി എന്നൊക്കെ പറയും. ചിലപ്പോ റോസപ്പൂ ഒക്കെ കടിച്ചുപിടിച്ച് ലാസ്റ്റ് ഞാനും മഞ്ജു വാര്യർ നല്ല മഴയത്ത് ഒരു തോണി പോയിരുന്നു. തോണി പെട്ടെന്നൊരു മരത്തിലടിച്ചിട്ട് 2ആയി പിളരുന്നു. ഞാൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു, അവളെ ഞാൻ മരത്തിന് മുകളിൽ പൊക്കി നിർത്തുന്നു. ടൈറ്റാനിക്കിന്റെ കഥ വരെ ഈ പായം ചിലപ്പോ എന്ത് ചെയ്യുന്നറിയോ, ഇവന്റെ കഥയാക്കും. ആലോചിച്ച് നോക്കി, പച്ച വെളിച്ചത്തിന് മഞ്ജു വാര്യരെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ എന്നിട്ട് ഇതിന്റെ പിന്നാലെ മഞ്ജു വാര്യരെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞത്. ഒപ്പം അസിസ്റ്റന്റ് അത് കണ്ടു പറയുന്നുണ്ട്.
ഓൻ ചിലപ്പോ പേടിച്ചിട്ട് അസിസ്റ്റന്റ് ചിലപ്പോ പറയാണ്ട് എനിക്ക് നീ കണ്ടില്ലേ, ആ ഞാനും കണ്ടു സാർ, എന്താണ് നടക്കുന്നത് സാർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൂടായിരിക്കും അടിച്ചിട്ട്. രണ്ടാളങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് പോവും ചിലപ്പോ ഓരോട്ടും കൂടെ. നീ കണ്ടില്ല, ഇല്ല സാർ ഞാൻ കണ്ടില്ല, നീ കണ്ടു, ഞാനും കണ്ടു സാർ. അടുത്ത കേട്ടോ, ഇത് നടക്കുന്നത് 2021 ഡിസംബറിലാണ് ഞാൻ ഇവരെ കോട്ടയത്ത് കാണാൻ പോകുന്നത്. അതിനുശേഷം ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ പുനർവിചാരണമല്ല പുനരന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവർ സ്വന്തമായിട്ടല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവർ ആരുടെ ഒരു ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ തന്നെ ഈ ഇൻസിഡൻറ്റോടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഈ പുനരന്വേഷണം നടക്കുന്ന സമയത്ത് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് രാത്രി ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എന്തോ സംഗതി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. 2021 2022 ഏപ്രിൽ 26 ഞാൻ ഫേസ്ബുക്കിൽ ഇത് എഴുതുന്നത്. അതായത് എനിക്ക് സ്ത്രീ അറിയാം, ഇവർ മറ്റാരുടെ ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്ക് ഭീതിയുണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ എഴുതുന്നത്. ആ ഇഷ്യൂ അവിടെ തീരുമാനിക്കുന്നില്ലേ, അവർക്കൊരു കോള്, സനൽ ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, സനലിന് തോന്നുന്നതാണ്, മിണ്ടിയിട്ടില്ല. 7 ദിവസം തുടർച്ചയായിട്ട് പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് പോസ്റ്റുകളിട്ടു, ഒന്നും നടന്നിട്ടില്ല. 2022 മെയ് 4 ഞാൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു കത്ത് എഴുതി. എൻ്റെ പൊന്നളിയാ, വേറെ എന്തെങ്കിലും കാര്യത്തിൽ കത്തെഴുതി രാജ്യം നന്നാവാനോ നാട്ടിൽ പ്രശ്നത്തിനാണെങ്കിലും വലിയ കുഴപ്പമൊന്നും. രാഷ്ട്രപതിന്റെ ഓഫീസിൽ നിന്ന് കേരളത്തിൽ നിന്ന് എന്തൊരു മെയിൽ വന്നിട്ട് കാര്യപ്പെട്ടെന്ന് അത് എന്താ തുറന്നു നോക്കുമ്പോൾ ആക്ട്രസ് മഞ്ജു വാര്യർ ഹാവ് ത്രെട്ട്, ഷീസ് ഇൻ ക്ലച്ചസ് ഓഫ് സമ്മതർ. ക്ലച്ചല്ലടാ ഗിയർ, ഞാൻ പറയുന്നു, വേണമെങ്കിൽ രക്ഷിച്ചോളൂ എന്നൊക്കെ. ചെങ്ങൈൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾ ആ കിളി പോയിണ്ടാവില്ലേ. സത്യത്തിൽ ഞാൻ ആരാന്നൊക്കെ അയാള് നിങ്ങൾ കുഞ്ചാക്കോപ്പൻ അല്ല, ഇത് പറഞ്ഞു എങ്ങോട്ടാ പോണേന്ന് അറിയോ? ദിലീപിക്കാ പോണത്. ആക്രമിച്ച കേസിൽ മൊഴി കൊടുത്തപ്പോ ഇവരെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവരെ മറ്റത് കാണിച്ചു, ഇവരുടെ മറ്റേ അന്വേഷണത്തിനെ മാറ്റി എന്നൊക്കെ പറയുമ്പോ സാധനം മൂപ്പര് ഇൻഡയറക്ട്ലി കണക്ട് ചെയ്ത് വെക്കുന്നത് ദിലീപിക്കാണ്. എമ്മാതിരി സാധനോടും ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റി അനുഭവിക്കേണ്ടി വരുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥയാണ് ആലോചിക്കുന്നത്. അല്ലാത്ത ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ മുപ്പത്തിയാർക്ക് ഓൾറെഡി ലൈഫിൽ നടന്ന ബാക്കി വിഷയങ്ങൾ തന്നെ കുറെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ നടക്കുന്ന കേസാണെങ്കിൽ പോലും, നടി ആക്രമിക്കപ്പെട്ട കേസാണെങ്കിൽ പോലും എപ്പോഴും പറയുന്ന ടോപ്പ് 4-5 പേരുകളിൽ ഒരു പേര് 36 ഇങ്ങനെ എപ്പോഴും ലൂപ്പ് കിടന്ന് കറങ്ങുകയാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുത്തൻ ചുമ്മാ വന്നിരുന്നിട്ട് ഇന്ന മഞ്ജു വാര്യർ വിളിച്ച് പ്രേമാന്ന് പറഞ്ഞു, ഞാൻ എന്തോ പ്രശ്നത്തിലാന്ന് പറയുന്നു, ഇന്ന കൊല്ലുന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പോയി കഴിഞ്ഞുള്ള ഒരു ഗതികേട്. നമ്മൾ എത്ര പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ സ്ഥിരമായി ഇവൻ നമ്മളോട് ഈ വേർഷൻ മാത്രമേ പറഞ്ഞേ. മഞ്ജു വാര്യർ കേസ് കൊടുക്കണമെങ്കിൽ ഇവൻ ഇൻഡയറക്ട്ലി അവരെത്ര, കാരണം മൊബൈൽ നമ്പർ ഉണ്ടാവും, ചിലപ്പോൾ ദിവസത്തോളം മെസ്സേജും കോളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, ചിലപ്പോൾ കണ്ടിന്യൂസ് കോളും മെസ്സേജും ഉണ്ടാവും. അങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി ഒരു 10:30 ആയപ്പോഴാണ് എളമക്കര എത്തുന്നത്. അന്ന് എറണാകുളത്തുള്ള എല്ലാ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എന്തിനാണ് ഞാൻ മഞ്ജു വാര്യരെ കാണാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ ഇവരും ചേർന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി, ഇവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്കൊരു ഭീതിയുണ്ട്, ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇതേപ്പറ്റി ഞാനൊരു കംപ്ലയിൻറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്കിതൊന്നും നോക്കാനുള്ള താല്പര്യമില്ല. അവർ പറയുന്നത്, നിങ്ങൾ ഇനി സ്ത്രീയെപ്പറ്റി സംസാരിക്കുകയോ അവരെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ തട്ടിക്കളയും. പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ CCTV ഉണ്ടോ എന്ന് നോക്കുമ്പോൾ CCTV ഒന്നുമില്ലാതെ സിനിമയിലാണെന്ന്. അത് ഒരു ടെറർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എന്നെ അല്ല, എളമക്കര പോലീസ്. അന്നത്തെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ VU കുര്യാക്കോസൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, ഇനിയും മേലാൽ ഇത് പിന്നെ ഇവരെ പറ്റി ചിന്തിക്കുക പോലും ചെയ്ത് കഴിഞ്ഞാൽ തീർത്തുകളയെന്ന് പറയുന്നത്. ഒരു പോലീസ് ഒരു പോലീസ് CI അയാളുടെ സർവീസ് റിവോൾവർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇത് വെറുതെ അല്ല, വേണമെങ്കിൽ ഉപയോഗിക്കാനാണെന്ന്. എന്നിട്ട് രാത്രി 12-12:30 ആയപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു, നിങ്ങളിവിടെ എഴുതി വെച്ചിട്ട് ഇനി മഞ്ജു വാര്യരുമായിട്ട് ഞാൻ കാണാൻ ശ്രമിക്കില്ല എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ, സ്റ്റേഷൻ ബെയിലിൽ പൊക്കോളാൻ. ഞാൻ പറഞ്ഞത് പറ്റില്ല, കാരണം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ,
ഞാൻ പറഞ്ഞു എന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞാൻ ബെയിൽ എടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി എനിക്ക് ബെയിൽ കിട്ടുകയും ചെയ്തു. പൊറുതി മുട്ടിയ പോലീസുകാരെ കൊച്ചിനെ അതിങ്ങനെ തൂക്കിട്ട് നടക്കാനുള്ള വെടി വെക്കലാണ്. പോലീസുകാരെ മറ്റേ തള്ളി കേട്ട് ഗതി കേട്ടിട്ട് എത്ര വെച്ചിട്ടാ കേട്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് തോക്കാണ് ഇത്. അത് വളരെ അഭിമാനത്തിലാണ് പറഞ്ഞത്. എഴുതിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കില്ലാന്ന് പറഞ്ഞു എഴുതി വെച്ച് പോയി. ഇത് പൂരപ്പറമ്പ് പൊട്ടിക്കുന്ന തോക്കല്ല, ഇത് കാണണോ ഇതിന്റെ പവർ. അയ്യോ, ഒരു ജില്ലയിലെ പോലീസുകാർ മൊത്തം മഞ്ജുവാര്യർ കൊടുത്തൊരു കംപ്ലൈന്റിന്റെ മുകളില് ഇവരെ പിടിക്കാൻ പോലീസുകാർ മഞ്ജുവാരോട് ചോദിക്കേണ്ട അവസ്ഥ, നിങ്ങൾ ആ കേസൊന്നും കൊണ്ടുപോകുമോ? മഞ്ജുവാരോട് പറയണ്ടാവും വിളിച്ചിട്ട്, മാഡം കേസായിട്ട് നടന്നിട്ട് കാര്യമില്ല, ആൾ അത്ര നല്ല മാനസികാവസ്ഥ ഉള്ളൊരു വ്യക്തിയെ തോന്നില്ല. അയ്യോ, ഇനി മഞ്ജുവാര്യർ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ച മറ്റേ തമിഴ് ലേഡി ഉണ്ടല്ലോ, അതൊന്നും കൂടി എടുത്ത് കേട്ടോളി. ഈ കയറ്റത്തിന്റെ കാര്യം പറ. കയറ്റം എന്തുകൊണ്ട് ഇറങ്ങാത്തത് അത് പറ. അത് പറയാൻ പറ്റിയാൽ ഞാൻ എങ്ങനെ പറയും? സെയിം സാധനം തന്നെ. ഈ കയറ്റം ഇറങ്ങാത്തതിന്റെ കാരണം പോലെ തന്നെയാണ് ബാക്കിയുള്ളതും. സെയിം സാധനം. ഈ കയറ്റത്തിന്റെ കാര്യം നിനക്കറിയാലോ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ. No, I don't think so. No, I don't think so. കയറ്റത്തിന് മുൻപ് എന്റെ ചോളല്ലേ, അതെന്ത് പറ്റി? അത് നിന്റെ കൂടെയുള്ള കണക്ഷൻ വന്നപ്പോ പോയി. എന്റെ പ്രശ്നമല്ല. നിന്റെ കുറെ സാധനങ്ങൾ ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം, നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത്, നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാളും മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു നിനക്കെന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. Please shut up. Those things didn't happen. It didn't exist. അങ്ങനെ എങ്ങനെയാണ് പറയുന്നേ? അതെങ്ങനെ പറയുന്നു? അല്ല എടി മഞ്ജു പറയുന്ന കേക്ക്. നീ വീണ്ടും 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 സെയിം സാധനം ചോദിച്ചു വരാൻ എത്ര വേദന തരാൻ പറ്റുമോ അത്ര വേദന തരും. വീണ്ടും 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 സെയിം തിങ് again and again and again and again, day after day, month after month, year after year, same thing. എന്ത് സെയിം തിങ് ഇയർ ആഫ്റ്റർ ഇയർ? Why do you keep asking the same thing? Just forget it and you just forget it. വിടൂ. എടി ഇങ്ങനെ വിടുന്ന എന്റെ നാട്ടു റോഡിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടൂ 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 എന്ന് പറയാൻ നിനക്ക് എന്താ നാണല്ലേ? വിടൂ 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 എന്ന് പറയാൻ. അതന്നെ ഞാൻ പറഞ്ഞു. If somebody is using me for example, which is not in my control, I can only die. അത് ചെയ്യാം. റോബിൻ വില്യംസ് പോലെ one fine day I'm dead. I can do that. പിന്നെ കഴിഞ്ഞല്ലേ. നിന്നെ ആര് യൂസ് ചെയ്യുന്ന? അത് എന്തായിക്കോട്ടെ, എന്നത്തെ ഇത് ചോദിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങും. എനിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ താല്പര്യമില്ല, ആവശ്യമില്ല, താല്പര്യമില്ല. ശരി, എന്നാലും നീ വന്ന് ഇത് പറയുന്നുണ്ടല്ലോ. നേരത്തെ നീ എന്തിനാണെന്ന് ഇത് നിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നീ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടിരുന്നത്? നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം വരുമായിരുന്നല്ലോ. നിനക്ക് പറഞ്ഞിട്ടായിരുന്നോ? 2 വർഷം മുമ്പ് പറഞ്ഞിട്ടായിരുന്നോ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടായിരുന്നോ? ഇതാണ് കുന്നംകുളം കോടമ്പക്കം മഞ്ജുവാര്യർ. ഇതേ ഇവനെ എന്തോ കാരണം കൊണ്ട് ലൊക്കേഷൻ പ്രാങ്ക് പറ്റിച്ചത് പിന്നെ അങ്ങോട്ട് മൂത്തു. അല്ലെങ്കിൽ ഇവൻ ആരെയായിട്ട് സംസാരിച്ചു തുടങ്ങുന്നു, അവർക്ക് മനസ്സിലാവുന്നു ഇവൻ ഭയങ്കരമായിട്ട് ഈ മഞ്ജു വാര്യരായിട്ട് ഒബ്സസ്ഡ് ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഇവരത് മുതലെടുത്ത് മഞ്ജു വാര്യരാണ്, എനിക്ക് നിന്നോട് ഇപ്പൊ റിയൽ ടൈമിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ കൺവിൻസ് ചെയ്ത് ഇവരാ മഞ്ജു വാര്യരോടുള്ളൊരു ലേഡി പോലും ഇടയ്ക്ക് ഇതൊന്നും എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. 100% ഈ വിളിച്ച ലേഡി ഇതൊന്നും എസ്കേപ്പ് ആവാനാണ്, നീ ജീവിതമായിട്ട് മുന്നോട്ട് പോ, ഇന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവനൊരു ലോജിക്കോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവനാണെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം എന്താ അറിയോ? ഇവൻ പറയുന്നു മഞ്ജു വാര്യരല്ല ഈ പറഞ്ഞ കേസ് കൊടുത്തത്, മഞ്ജു വാര്യരെ കൊണ്ട് വേറെ ആരോ കൊടുപ്പിച്ച കേസാണ്. ഇവൻ ആ കേസ് കൊടുത്ത
ഫയലിലടക്കം അത് ഫോർജറി ചെയ്താണ്, അതിനകത്ത് ഒപ്പിട്ട് മഞ്ജു വാര്യരല്ല എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ മഞ്ജു വാര്യരായിട്ട് വീണ്ടും നിരന്തരം സംസാരിക്കുന്ന ഒരുത്തനല്ലേ? ഈ കേസ് ഒന്ന് തിരിച്ചെടുത്തൂടെ, ചോദിച്ചൂടെ? അപ്പൊ ഈ ഫേക്ക് മറ്റേ കോടമ്പക്കം മഞ്ജു വാര്യർ പറയുന്നത് എന്താ അറിയോ? ഇല്ല, ഞാൻ വേറൊരാളുടെ ഇഷ്ടമുള്ള അവർ കൊട്ടില്ലാന്ന് പറയും. ഇതേ സ്റ്റോറി ഇവൻ വന്നിട്ട് ഈ മീഡിയയിൽ പറയുന്നത്. എടാ, ഫേക്ക് മഞ്ജു വാര്യർ പറഞ്ഞ സ്റ്റോറി ഇവൻ വന്നിട്ട് ഈ റിയൽ മഞ്ജു വാര്യർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്കുള്ള മഞ്ജു വാര്യർ വീട്ടിൽ ഇങ്ങനെ ആലോചിക്കണം, ഞാൻ എന്താ പൊട്ടത്തിയാ. അത് ഇയാൾക്ക് അപ്പൊ മഞ്ജു വാര്യരായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടില്ല, നേരെ വീട്ടിൽ കയറി ഇങ്ങനെ ഒരുത്തനാണ് വീട്ടിൽ കൊണ്ട്. ഇവ നേരത്തെ പറഞ്ഞേ മഞ്ജു വാര്യർ എന്നെ വിളിച്ച ഒരു നേരം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ വിളിച്ച എന്താ ഉണ്ടാവും പറയോ? ആ മഞ്ജു വിളിച്ചാലും മൂത്തക്കല്ലേ ആ മഞ്ജു മഞ്ജു വാര്യർ ഫോണൊക്കെ എടുത്ത് നോക്കിയാലോ അറിയണ്ടാവും ഇയാളെ മെസ്സേജുകൾ ചിലപ്പോ നിവൃത്തിലുണ്ടാവും മഞ്ജു വാര്യർ കാണാനൊന്നും ചെല്ലാത്ത. ചിലപ്പോ വിളിച്ച് ഉപദ്രവിച്ചിട്ടാവും ഒരു കേസ്. അല്ല, ഒരു ലൊക്കേഷനിൽ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇയാൾക്ക് മഞ്ജു വാര്യർ ശബ്ദം പോലും മനസ്സിലായില്ലെന്നാണ്. അത് പറഞ്ഞ് കൺവിൻസ് ആയിക്കാണ്, മനസ്സിലായിട്ട് കേറിയതാണല്ലേ മഞ്ജു വാര്യർ. ഇപ്പൊ വോയിസ് മോഡുലേഷൻ മാറ്റുന്നത് നമുക്ക് പിന്നെ ഓക്കെ എന്ന് വിചാരിക്കാം. ഇനി വോയിസേ മാറ്റിയെന്ന് വിചാരിച്ചോ, എന്താ ഈ തമിഴ് സ്ലാങ് ഒക്കെ എവിടുന്നാണ് കൊണ്ടുവന്നേ? എന്തെന്നാ അതെന്നുള്ളതാണ് മനസ്സിലാവാത്തേ. ഞാനിപ്പോൾ ഇവർ കോൺടാക്റ്റിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. അത് അവർ സംസാരിക്കുന്നത് ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് അവർ കൊല്ലപ്പെടുമെന്നാണ്. അതിനകത്തൊരു ഒത്തന്റിക് അല്ലാത്തൊരു വോയിസ്. ഇതാണ് പ്രശ്നം. അല്ല, ഇതാണ് പ്രശ്നം. അതായത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഓതൻറ്റിസിറ്റി ഇല്ലയെന്ന് പറയും. മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐ ഡിയിൽ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുകയാണെന്ന് പറയും. ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ട് ഇത് ഇവരുടെ വോയിസ് റെക്കോർഡാണ്, ഇത് ഇവർ ശബ്ദം മാറ്റി സംസാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ല എന്ന് പറയും. അല്ല, കാരണം അത് മഞ്ജുവിന്റെ ഓഡിയോ ആണെന്ന് തോന്നിപ്പിക്കില്ല. ഒന്നുമില്ല, അതല്ലേ പ്രശ്നം. അത് അങ്ങനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഓഡിയോ ക്ലിപ്പ് സനലിന് അയക്കേണ്ട ആവശ്യം മഞ്ജുവിനുണ്ട്. സനൽ എനിക്ക് അയച്ചതല്ല, ഞങ്ങൾ 2 വർഷം സംസാരിച്ചു. അതായത് 2023 മെയ്യിലാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ജൂണിൽ എന്തോ ആണ് വീണ്ടും അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ ഏതാണ്ട് 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനിത് ഈ വോയിസ് റെക്കോർഡ് ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമല്ല. ഇതൊരു 2024 മറ്റോ ആണ്, 2023 നവംബറിലോ എന്തോ ആണ് ഞങ്ങൾ തമ്മിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായി, പിണങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും പുറത്തും പറയുന്നില്ല, വെറുതെ ഇങ്ങനെ എന്നെ ബഗ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനി യാതൊരു കോൺടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞു യു എസിൽ പോയതിന് ശേഷം ബന്ധമുണ്ടായിരുന്നു, പിണങ്ങി. അതിനുശേഷം ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നിട്ട് ഇവർ ഭയങ്കര ഡിപ്രഷനിലാണ്, നീ മൂവ് ഓൺ ചെയ്യണം, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം, ഇങ്ങനെയൊക്കെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾക്കിത് തുറന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പറയൂ, പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുക, അതോടെ കാര്യം തീർന്നല്ലോ, ഞാനൊരു മാപ്പ് പറഞ്ഞത് തീർത്താൽ പോരെ. ഇതൊന്നും നടക്കില്ല. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിനും ഇവരുടെ മകളുടെ ലൈഫിനും ഒക്കെ ത്രെട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് സത്യമാണെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അവരുടെ വോയിസ് റെക്കോർഡ്, ഈ വോയിസ് ഇങ്ങനെ ആവാൻ കാരണം സ്പെസിഫിക് പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. അത് പോട്ടെ, അതൊക്കെ വിടൂ. ഇനി ഞാൻ പുറത്തു വിട്ടു, ആ ഓഡിയോ പുറത്തു വിട്ടു ഒരാൾ, അത് മഞ്ജുവിന്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞു എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. ആ പോസ്റ്റിന് താഴെ തന്നെ, പോസ്റ്റിൽ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, എത്രയോ കമന്റുകൾ പെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്, എത്രയോ കമന്റുകൾ വരും. സാധാരണപ്പെട്ട എല്ലാ കമന്റുകളും പെയ്ഡ് ഒരുപാടുണ്ട്. ഇവൻ എന്താ ഇവൻ പറയുന്നില്ല. അയ്യോ, ഇത് ശരിക്കും മഞ്ജു വാര്യരില് പെട്ടുപോയതാണ്. ഇത് ചില സിനിമകളുണ്ടല്ലോ, ഈ ഫാൻ സാധനം മൂത്തിട്ട് ഉപദ്രവമാവുന്നൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊരു ഐറ്റം പോലെ തോന്നുന്നു എനിക്ക്. ഭീകരം ഉപദ്രവം. ഇതിന്റെയൊക്കെ നെക്സ്റ്റ് ഫേസ് എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ വിടും, മനസ്സിലായി? ഇതിനൊക്കെ നമുക്ക് എത്ര ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ എങ്ങനെ അനുഭവിക്കേണ്ടത്? ഇതെന്താ പറയുക, ഇതിന്നൊക്കെ വിട്ടിട്ട് ചിലപ്പോ എന്താ പറയുക, ഡയറക്റ്റ് ഒരു അറ്റാക്കിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങൾ എത്തും. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ആവുമ്പോ എന്താ പറയുക, പിന്നെ എപ്പോഴേലും മഞ്ജു വാര്യർ നേരിട്ട് കാണുമ്പോൾ നീ എന്നെ ചതിച്ചില്ലടി എന്നൊക്കെ ചാട്ടുണ്ടാവും. ഇതെന്താ വെച്ചാൽ ഇത് പോലീസ് ശരിക്കും അന്വേഷിച്ച് ഇവനെ ഈ വിളിച്ച ലേഡി അതാ ഈ തമിഴത്തി അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇയാളെ മുന്നിൽ കൊണ്ട് നിർത്തി അത് കാര്യം ക്ലിയർ ചെയ്ത് ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണെന്നും ആ അക്കൗണ്ടിന്റെ ബാക്കിൽ ആരുടെ ലോഗിൻ ആണെന്നുള്ളതും ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടേ. അല്ലാതെ പിന്നെ ഇവനായതുകൊണ്ട് ഇവൻ ലോകവള്ളിയാ. ഇവൻ ജോജുവിനായിട്ട് തോട്ടിയിട്ട് ടോവിനോനായിട്ട് തോട്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ അപ്പോഴും ആ രൂപത്തിൽ തന്നെ ഉണ്ട്. എന്ത്
മഞ്ജു വാര്യരും ഇവനും തമ്മിലുള്ള പ്രശ്നം. ഇവനെ തൊട്ടവരും ഇവന്റെ സിനിമയിൽ അഭിനയിച്ചവരും ഇവന് എല്ലാം വിഷയമാണ്. ഇവൻ അടിമുടി സീനാ. എന്ത് ഗതികളെ ആലോചിച്ച് നോക്ക്. ഈ ഇന്റർവ്യൂ തന്നെ ബാക്കി വഴിക്ക് പോണ വഴിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു ചങ്ങായി. ഓ എമ്മാതിരി സീൻ അറിയോ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോവാണ്. മഞ്ജു വാര്യർ ആയതുകൊണ്ട് അവരോട് എനിക്ക് തോന്നുന്നു അവർക്ക് കറക്റ്റ് ലീഗൽ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ പബ്ലിക്കലി ഒന്നും പറയണ്ടെന്നുള്ളത്. കാരണം ഇത് കൂടുതൽ കാര്യങ്ങൾ എസ്കലേറ്റ് ആവുകയുള്ളൂ. അവര് പബ്ലിക്കലി ഇപ്പോൾ മഞ്ജു വാര്യർ ഇതിൽ വന്നിട്ട് എന്തെങ്കിലും പബ്ലിക്കായിട്ടൊരു കാര്യം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാലോ ഇവൻ അത് വീണ്ടും അതൊരു മോട്ടിവേഷൻ ആവും. ഇത് മാത്രമല്ല, ഇനി മഞ്ജു വാര്യർ എങ്ങനെ ഇയാളോട് ഫോൺ വിളിക്കുക സംസാരിക്കുക അതും റെക്കോർഡ് എടുത്ത് ഇയാൾ കണ്ടു. അതാണ് മഞ്ജു വാര്യർ എനിക്ക് ഒന്ന് തൊടാതിരിക്കുന്ന നല്ലത്. കാരണം മഞ്ജു വാര്യർ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ മഞ്ജു വാര്യർ ഒന്ന് പറയാണ് ഇത് ഞാനല്ല, ഇത് എന്റേതല്ല, ഈ പറയുന്ന ഒക്കെ ഫേക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അടുത്ത സ്റ്റോറി ഉണ്ടാക്കും. കണ്ടോ മറ്റവരെ പേടിച്ചിട്ട് ഇപ്പൊ മഞ്ജു വാര്യർ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ളത് അതങ്ങോട്ട് ആ രീതിക്ക് ആക്കും ഈ സാധനം. എന്താണെങ്കിലും കൊള്ളടേ ഇങ്ങനത്തെ കുറേ എണ്ണങ്ങൾ. ഇയാള് മാരീഡ് അല്ല? ഇയാള് മാരീഡാണ്. ഇയാള് മാരീഡാണ്. അതാണ് അതിന്റെ വേറെ ട്വിസ്റ്റ്. ഇയാൾ മാരീഡാണ്. ഇയാൾക്ക് കുട്ടിയുണ്ടോ എനിക്ക് നോട്ട് റോങ്. ഇയാൾക്ക് കുട്ടിയുണ്ട്. ഇയാൾ മാരീഡുമാണ്. ഓഹ് ഞാൻ ആലോചിക്കുന്നത് ഇത് വർഷങ്ങളോളം തീർന്നിട്ടില്ല. വൈഫിനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റൂല. ഇയാള് ഇപ്പൊ വൈഫിനോട് ചോദിക്കും ഐശ്വര്യ ഇയാൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും ചിലപ്പോ അയാള്. വൈഫൊക്കെ രക്ഷപ്പെട്ടു പോയതായിരിക്കും. മഞ്ജു ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോ വയ്യ സഹിക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരിക്കും. എന്ത് ഗതികെട്ടോടോ ഒന്ന് ആലോചിക്കുക. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഇവര് ഇതിപ്പോ ഒരു ഫാനിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടോ എത്രത്തോളം വിഷയം ഇവർക്ക്. ഇങ്ങനെ ഈ നടിമാർക്കും നടന്മാർക്കും ഒക്കെ എത്ര ആൾക്കാരുണ്ടാവും ടോർച്ചർ ചെയ്യുന്ന. ഈ ആരാധനയൊക്കെ മൂത്ത് ഒരുമാതിരി പ്രാന്തൊടിക്കുന്ന രീതിയിലായ ആൾക്കാർ കുറെ ഉണ്ടാവും ചിലപ്പോൾ. ഇത് ആരാധനയ്ക്കുപരി ഇത് ഭയങ്കര ഭീകരമായ അവസ്ഥ. ആരാധനയൊക്കെ നമുക്ക് മനസ്സിലാവാം. ഇതൊരു മനുഷ്യനെ ദ്രോഹിക്കല്ലേ. ഒരു സൈക്കിക് സാധനം അല്ലേ ഇത്. ആക്ച്വലി ഒരു സിനിമയാക്കാൻ മാത്രമുള്ള സ്ക്രിപ്റ്റ്. അതെ, അയാള് സിനിമയാക്കാൻ വേണ്ടി ജീവിച്ച. എനിക്ക് മറ്റേ സിനിമ ഓർമ്മയുണ്ടോ നമ്മളെ ഇയാളത് ശ്രീനിവാസന്റെ ഒരു പടം. ശ്രീനിവാസനെ എല്ലാരും കൂടി കത്തെഴുതി അതേപോലൊക്കെ തന്നെ സാധനം തന്നെ. ഇതാ ലൊക്കേഷൻ അത് തന്നെയാണ് സംഭവം. ആ ലൈറ്റ് ബോയ് ഒരാള് നേരം വൈകി വന്നിട്ടുണ്ട്. അപ്പൊ സാറേ നേരം വൈകി വന്നതിന് എല്ലാം നൈസായിട്ട് സോപ്പിട്ടാണ് സാറും മഞ്ജു ചേച്ചി അറിഞ്ഞു ഏത് പറഞ്ഞിട്ടുണ്ടാവും. ഈ മഞ്ജു വാര്യർ ഏതെങ്കിലും പഴയ സ്റ്റാഫോ അന്നത്തെ ഇതിൽപ്പെട്ട ഏതെങ്കിലും തമിഴത്തികളാണോ അറിയുന്ന ആരെങ്കിലും മഞ്ജു വാര്യർ ആ വഴിക്കും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കും കേട്ടോ. ഡീറ്റെയിൽസ് അറിയുന്ന കുറച്ചു കാലം ആരെങ്കിലും ഒക്കെ ബോഡി ഗാർഡ് സിനിമ മനസ്സിലായില്ലേ. ഇതിന് പല ഗ്യാപ്പും ഉണ്ട്. പല സിനിമേന്റെ സാധനങ്ങൾ ഇത് ഇയാളെ ഈ സിനിമ ഒക്കെ ഇരുന്ന് കണ്ടിട്ട് ഇയാള് ഇറക്കിയ സ്ക്രിപ്റ്റ് ആണോ? അയാൾക്ക് ഇതൊക്കെ കൂടെ കണ്ട തലയ്ക്ക് ആ കൺഫ്യൂഷൻ ആണോ സിനിമയൊക്കെ പോടെ. അങ്ങനെ ഇനി ലാസ്റ്റ് ദൃശ്യം കണ്ടിട്ട് ഇളകാഞ്ഞാൽ മതി. അങ്ങനെ സീൻ മാറും. അല്ല അയാൾ ഏറ്റവും നല്ല ദൃശ്യം ഒന്ന് കാണിപ്പിക്കാനാണ് നല്ലത്. എന്നാ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയമോട് കൂടിക്കോളൂ. അയ്യോ ഇല്ല അപ്പഴും തിരിഞ്ഞിട്ട് മഞ്ജു വാര്യരുടെ അടുത്തേക്ക് തന്നെ ഇത് പോരാ. അതായത് ചിലപ്പോ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ ഇയാള് ഇത് തന്നെ പറയുന്നുണ്ട്. മഞ്ജു വാര്യരുടെ അടുത്തെത്താൻ സമ്മതിക്കാതെ മഞ്ജു വാര്യരുടെ ഇടവോ മലോ നിൽക്കുന്ന ഏതോ രണ്ട് മാനേജർമാരൊക്കെ കുറിച്ച് അയാള് സീനാക്കി കളയും. ഓരോക്കെ പറയാൻ പറ്റൂല. കഷ്ടം. അങ്ങനെ ഇതാണ് മഞ്ജു വാര്യർ പിടിച്ച എലിവാൻ. അയാൾക്ക് ഇനി മഞ്ജു വാര്യരെ തന്നെ ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. മഞ്ജു വാര്യർ മുന്നിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ത്രീനൊക്കെ മാറ്റി മഞ്ജു വാര്യരെ കൊണ്ടുവരുമോ എന്നൊക്കെ പറയും ചിലപ്പോ. അതും സത്യമാണ്. മഞ്ജു ഇതല്ല മഞ്ജു. എന്റെ തമിഴ് പറയുന്ന മഞ്ജു വാര്യരെ കൊണ്ടുവരുമെന്നൊക്കെ.